രാവിലെ നമ്മൾ അടുക്കളത്തോട്ടത്തിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളത്തോട്ടത്തിൽ ഇന്ന് ചേട്ടൻ കുറച്ച് തൈകൾ വാങ്ങിച്ചിട്ടുണ്ട്. തക്കാളിയുടെ തൈ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ മുളകും തൈ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നടാനുള്ള പരിപാടികളാണിന്ന്. ഇപ്പോൾ അടുക്കളത്തോട്ടത്തിലെ കാര്യം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഈ അന്ന് നട്ട മുളകൊക്കെ പിടിച്ചു വരുന്നുണ്ട്. മുളക് ഞാൻ എല്ലാത്തിൻ്റെയും കൂമ്പ് നുള്ളി കൊടുത്ത കാരണം ശിഖരങ്ങളായിട്ട് എല്ലാം വന്നിട്ടുണ്ട്. മുളക് മാത്രം കേട്ടോ, നല്ല മുളക് പിടിച്ചിട്ടുണ്ട്, പിന്നെ വഴുതനങ്ങ പിടിച്ചിട്ടുണ്ട്. മുളകൊക്കെ കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വഴുതനങ്ങ കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട്. പിന്നെ തക്കാളിക്ക് അത്ര ചൊടി പോരാ, തക്കാളി അത്ര ഇതായിട്ട് നിൽക്കുന്നില്ല. പിന്നെ അത് ഈ തക്കാളി എന്തോ അസുഖം വന്ന് നിൽക്കുന്നതിന് എന്താണെന്നറിയില്ല. ഇത് പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ മുന്തിരിങ്ങ പിടിച്ച് വന്നുണ്ട്, ഇലയ്ക്കിട്ട് വന്നുണ്ട്. അതിന് വലിയ കീടബാധ ഉണ്ടാവാത്ത ചെടിയാണെന്നറിയില്ല, വലിയ കുഴപ്പമില്ലാന്ന് തോന്നണത്. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള ഫലമൊന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ. നമ്മൾ പയർ നട്ടായാലും പയർ നമ്മൾ നേരത്തെ നട്ടിട്ട് അധികം പയറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമുക്ക് ഇങ്ങനെ പയറൊന്നും അങ്ങനെ കിട്ടിയില്ല. എനിക്ക് തോന്നുന്ന ഉപ്പുവെള്ളം കയറിയിട്ടേ, ഉപ്പുവെള്ളം കുറച്ചങ്ങോട്ട് തട്ടിയിട്ടുണ്ടല്ലോ, അതിൻ്റെ നനവ് കുറച്ച് നമ്മുടെ ഗ്രോ ബാഗിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നതായിരുന്നായിരിക്കും നമുക്ക് അതിൻ്റെ വിളവ് ഫലം കിട്ടാഞ്ഞെന്ന് തോന്നണം. ഇപ്പോഴും നമുക്ക് ഉപ്പുവെള്ളം കയറിക്കൊണ്ടിരിക്കണം. ഇതിലോട്ട് ഈ പറമ്പിലോട്ട് ഉപ്പുവെള്ളം തന്നവ കയറിയിട്ടില്ല, പക്ഷേ അപ്പുറത്തോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോഴും ഉപ്പുവെള്ളം കയറണ്ടിട്ടാ. ഇന്നലെ രാത്രി നല്ല രീതിയിൽ ഉപ്പുവെള്ളം കയറിയിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിലാണ് ഉപ്പുവെള്ളം കയറിയേക്കണം. ശരി, നമുക്ക് നമ്മുടെ ചെടികളൊന്നും ബാധിച്ചിട്ടില്ല, നമ്മൾ പൊക്കിയൊക്കെ വെച്ചാക്കണ കാരണം. പിന്നെ നമുക്ക് പീച്ചിങ് ഉണ്ടായിട്ടും പീച്ചിങ്ങക്കും നമുക്ക് ഉപ്പുവെള്ളം ഒന്ന് തട്ടിയിട്ടുള്ള കാരണം പീച്ചിങ്ങക്കും നല്ലൊരു പുരോഗതി ഇല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു പീച്ചിങ്ങ. ഞാൻ ഈ അടുത്ത ദിവസം ഒരു പീച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ അവിടെയും ഒരെണ്ണം ഉണ്ടാവുന്നുണ്ട് ചെയ്യാം. അങ്ങനെ പീച്ചിങ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഉണ്ടാവുന്നൊരു സംഗതിയാണല്ലോ. പക്ഷെ ഇത് അങ്ങനെ ഉണ്ടായി കിട്ടിയില്ല, നമുക്ക് അധികം ഉണ്ടായിട്ടില്ല. നമുക്ക് ഒന്നര ഉണ്ടാക്കി കിട്ടാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് കിട്ടണത് എപ്പോഴും കോവക്കയാണ്. കോവക്ക കിട്ടാറുണ്ട്, ഒന്നരടം കിട്ടാറുണ്ട്. ഇത് ചേട്ടൻ്റെ നടാനുള്ള തക്കാളി തൈയും മുളകും തൈയായിട്ട് വരുന്നുണ്ട്. തക്കാളി തൈക്കൊക്കെ നല്ല വിലയായിട്ട് പോകും. തക്കാളി തൈക്ക് ഇപ്പോൾ വില കൂടി, എല്ലാവരും നടണ കാരണമാണെന്നറിയില്ല തക്കാളി തൈ. പക്ഷേ ഇത്തിരി പൊക്കോള തക്കാളി തൈയാണ്. മുളകും തൈ അത്ര ഉഷാറായിട്ട് നിൽക്കണില്ല. അപ്പം നമ്മൾ അന്ന് നിറച്ച് വെച്ച ഗ്രോ ബാഗാണ് കേട്ടോ. അന്ന് നിറച്ച് വെച്ചിട്ട് ഇതിൽ നട്ട് വെച്ചിരുന്ന തൈകളൊക്കെ പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിലോട്ട് ഇടാന്ന് ഓർത്തണം. അപ്പോൾ ഇതിലോട്ട് വളമൊന്നും ചേർക്കണ്ടല്ലോ, വളമൊക്കെ ഒന്ന് ചേർത്ത് വെച്ചായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നല്ല പാകമായിട്ട് ഇരിക്കണമായിരിക്കുമല്ലേ. അപ്പോൾ ഇതിലോട്ട് നമുക്കിന്ന് നട്ടാൽ മതി. പിന്നെ വെയിലില്ലാണ്ട് വെക്കണം. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഷീറ്റ് അയച്ച് മാറ്റി. എന്ന് വെച്ചാൽ ഷീറ്റ് ഇട്ടിട്ട് വലിയ കാര്യമില്ലല്ലേ. അപ്പോൾ ഷീറ്റ് മുകളിലോട്ട് ഇടാന്ന് ഓർത്തണം. കാരണം എന്ന് വെച്ചാൽ സൈഡ് മറക്കുമ്പോൾ നമുക്ക് അതിലോട്ട് കയറാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട്. അങ്ങനെ ഞാൻ പിന്നെ ആ 2 വെണ്ടത്തൈയാണ് ഇട്ടതിലേ, അത് വെണ്ടത്തൈയാണ്. അത് വെയിലത്തോട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചോ. അത് 2 എണ്ണത്തിൽ വെണ്ടത്തൈ വെച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ളിരുടെയൊക്കെ അവസ്ഥ വളരെ മോശമായി പോയിട്ടതേണ്ട. ആകെ മരുന്നൊക്കെ അടിച്ചിട്ടും രക്ഷയില്ല നമുക്ക്. പിന്നെ ഇതിൻ്റെ കേടിപ്പോൾ പോയിക്കൊണ്ടിരിക്കണ്ടല്ലേ. ഇത് വെയിലത്തോട്ടെടുത്ത് വെച്ചാലാ. ചേട്ടന് ഇവിടെ ഉള്ള പുല്ലൊക്കെ പറിച്ചെടുക്കേണ്ട. നമ്മളിവിടെ മിക്ക ദിവസം വന്ന് കയറി പുല്ല് പറിക്കണം, എന്നാലും അതിൻ്റെ പുല്ല് ഇല്ലാണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പുല്ലിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. പിന്നെ അന്നത്തെ ആ അവസ്ഥ മാറിയിട്ടോ. അന്ന് നമ്മൾ ഭയങ്കര കാട് പിടിച്ചെടുക്കണേത്, ആ അവസ്ഥ മാറിയിട്ടുണ്ട് ഇപ്പം. അപ്പം നമുക്കൊന്ന് എന്തെങ്കിലും കൊണ്ട് പറിച്ച് കഴിഞ്ഞാൽ പോകാവുന്ന പുല്ലുള്ളത്. ഇപ്പോൾ ആളിത് ഇത് അറേഞ്ച് ചെയ്ത് വെക്കേണ്ട. കൊത്തമരയൊക്കെ ഒരു ലൈനിൽ വെക്കാമെന്നും പറഞ്ഞാൽ അങ്ങനെ മുളകും തൈ അവിടെ നിന്ന് മാറ്റി കൊത്തമര വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു റോബസ്റ്റിൻ്റെ തൈ ഇവിടെ വെച്ചിട്ടാണ് ഒരു പൊക്ക സ്ഥലം ഉണ്ടല്ലോ, കുറച്ചൊരു പൊക്ക സ്ഥലമുണ്ട്, അവിടെ കൊണ്ട് വെച്ചാക്കണേ റോബസ്റ്റിൻ്റെ തൈ. പിടിക്കട്ടെ എന്ന് ഓർത്തിരിക്കുകയാണ്. പിന്നെ അത് ഈ നമ്മുടെ റെഡ് ലേഡി പപ്പായ ഉണ്ടല്ലോ, അതും അന്ന് നടണ കാണിച്ചില്ല, ഇങ്ങനെ മണ്ണക്കിറണ കാണിച്ച് അതും നട്ട് വെച്ചിട്ടുണ്ട്. 2 തൈ ഉള്ളതിൽ ഒരെണ്ണം ഉണ്ട് നല്ല രീതിയിൽ വന്നത്. ഇതെന്തോ വായിന് വെള്ളക്കെട്ടാണോന്നറിയില്ല. ഡ്രമ്മിലേ നല്ല രീതിയിൽ അത്ര നല്ല രീതിയിൽ വന്നില്ല.
അങ്ങനെ നമ്മൾ വാങ്ങിയ തക്കാളി തൈയൊക്കെ ഓരോന്നായിട്ട് നട്ടു. ഇത് വൈകുന്നേരമാണ് നട്ടത് കേട്ടോ. നേരത്തെ രാവിലെ പിന്നെ ഫുള്ള് വെയിൽ കൊള്ളണമല്ലോ, അപ്പോൾ വൈകിട്ട് നടുകയാണ് നല്ലത്. അപ്പോൾ രാത്രി മുഴുവൻ ചെറിയൊരു തണുപ്പ് അതിന് കിട്ടും. ഇതല്പം ചെറുതാണ്. ശരിയായിക്കോളും. പിന്നെ മുളകും തൈ നട്ടിട്ടുണ്ട്. മുളകൊക്കെ നട്ട് കഴിഞ്ഞാലേ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് വലിയ മരുന്ന് വിഷമൊക്കെ അടിക്കാത്ത മുളക് ഉപയോഗിക്കുകയും ചെയ്യുക, കൂടുതലുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ രാവിലെ തുടങ്ങി വെച്ച കാര്യങ്ങൾ വൈകുന്നേരത്തോടെ പൂർത്തിയാക്കി. ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായി, സൂര്യാസ്തമയത്തോടെ എടുക്കുന്നു. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി.